അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ? ഇന്നലെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ വലിയ കലാശക്കൊട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ താഴെത്തട്ടിൽ വീടുകൾ തോറും കയറിയിറങ്ങ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും 3-4 റൗണ്ട് വീടുകൾ കയറിയിറങ്ങിയെന്നാണ് കേട്ടത്. എന്താണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ? ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരുക്കങ്ങൾ, ബൂത്തുകൾ സജ്ജമാക്കുന്നതുൾപ്പെടെ അത്തരം ജോലികളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കടന്നിട്ടുണ്ടല്ലോ സ്വാഭാവികമായും. വിജയകുമാർ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കാസർഗോഡ് വലിയ തോതിലുള്ള ഒരു ആവേശമൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഏതു സമയത്തും അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികളുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ടൗണിനോട് ചേർന്നുള്ള ഒരു ബൂത്തിലാണ്. ഇത് മധൂർ പഞ്ചായത്താണ്. മധൂർ പഞ്ചായത്തിലെ മീപ്പുകുരിയിലാണ്. ഇവിടെ 7 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. SGKHS കുട്ലു സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മീപ്പുകുരി വാർഡാണ്. ഈ പ്രദേശത്ത് ഇതാ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ എത്തി ഇവിടെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് രാത്രി 12 മണിവരെ ഇവർക്ക് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്താനുണ്ടാവുമെന്നാണ് അവർ തന്നെ പറഞ്ഞത്. വലിയ തിരക്കാണ്. ഇനി നാളെ ഈ വോട്ടർമാർ എത്തുമ്പോൾ, വോട്ട് ചെയ്യാനായി വോട്ടർമാർ എത്തുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർ അദ്ദേഹം സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല. സാറേ, സംസാരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തോടു കൂടി ഒന്ന് അവസാന വട്ട ചില മിനുക്കുപണികൾ കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും നാളെ വോട്ടർമാരെ അവർ വെൽക്കം ചെയ്യുക. ഇപ്പോൾ ഈ മീപ്പുകുരി വാർഡാണ്. ഇവിടെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഈ വാർഡിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധൂർ പഞ്ചായത്ത് BJPക്ക് 45 വർഷത്തോളം തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇവിടെ ഇത്തവണ SDPIയും അതുപോലെ തന്നെ CPIഎമ്മും മുസ്ലിം ലീഗും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. CPIഎം ഈ പഞ്ചായത്ത് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPIഎം മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രചരണം CPIഎമ്മും ഈ മധൂർ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ തെക്ക് ഭാഗവും വടക്ക് ഭാഗവും എന്നിങ്ങനെ 2 തരത്തിലാണ് കാസർഗോഡൻ രാഷ്ട്രീയം വേർതിരിക്കുക. അത് വടക്കൻ പ്രദേശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ BJPക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി, മഞ്ചേശ്വരം ഭാഗങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനും ഈ BJPക്കും ശക്തമായ വേരോട്ടമുള്ള പ്രദേശങ്ങളാണ്. തെക്കൻ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ CPIഎമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും വേരോട്ടമുള്ള പ്രദേശങ്ങളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. 3 മുനിസിപ്പാലിറ്റികളിൽ 2 മുനിസിപ്പാലിറ്റികളിൽ LDFനാണ് ഇപ്പോൾ സ്വാധീനമുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഇത്തവണ UDF തിരിച്ചു പിടിക്കുമെന്നാണ് UDFൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുന്നണികളുടെയൊക്കെ ഒരു ഒരുക്കങ്ങൾ പൂർത്തിയാവും. എല്ലാ മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഈ അടിയൊഴുക്കുകളെ ഭയന്നാണ് ഇന്നത്തെ ദിവസവും, ഈ നിശബ്ദ പ്രചാരണ ദിവസവും മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ളൊരു അട്ടിമറിക്ക് കാസർഗോഡ് ജില്ലയിലും സാധ്യതയുണ്ടെന്നാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരുപോലെ പറയുന്നത്. വിജയകുമാർ. യെസ്, അരുൺ സൂചിപ്പിച്ചത് കാസർഗോഡെ കാര്യമാണെങ്കിലും അതെനിക്ക് തോന്നുന്നത് കേരളം ആകെ ബാധകമാണ്. ഈ അടിയൊഴുക്കുകൾ താഴെത്തട്ടിൽ എങ്ങനെയെന്ന് പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 7 ജില്ലകളിൽ പൂർത്തിയായപ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തതയാർന്ന ഒരു ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നതുമില്ല. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ വളരെ നിർണായകമാണ്. നാളെയും അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ഒരുങ്ങുന്ന 7 വടക്കൻ ജില്ലകൾ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഈ അടിയൊഴുക്കുകൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിൽ മുന്നണികൾക്ക് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.